അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. ഇന്ന് രാവിലെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ കാപ്പി കുടിച്ചിട്ട് എല്ലാവരും പള്ളിയിൽ പോകുന്നത്. അതുകൊണ്ട് രാവിലെ അപ്പവും ബീഫ് കറിയുമായിരുന്നു. അതെല്ലാം കഴിച്ച് എല്ലാവരും പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് ബീഫ് മസാലയാക്കാൻ വെച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതെല്ലാം അങ്ങോട്ടിട്ട് ബീഫുമായിട്ട് അടുപ്പിൽ വെച്ചു. പിന്നെ നമുക്ക് ഇനിയിപ്പം അതിന് ചോറുണ്ടാക്കണം. ബിരിയാണിക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെക്കാൻ ഒരുങ്ങുക. ബീഫ് മസാല അടുപ്പിലിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചോറുണ്ടാക്കണം. അന്നേരം അതിന് പാത്രം വെച്ചു. പെരുംജീരകവും കുരുമുളക്, ക്യാരറ്റ്, കറുകപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം, ഉള്ളി, സവാള ഇതെല്ലാം ഇട്ട് അതിന് ചാരിയുടെ അനുസരിച്ചുള്ള വെള്ളവും വെച്ച് നാരങ്ങയും നീരൊഴിച്ച് ഉപ്പിട്ട് വെള്ളം തിളച്ചപ്പോൾ അരിയെല്ലാം ഇട്ട് അണ്ടിയും മുന്തിരിയും വേറെ വറുത്ത് കോരി അണ്ടിയും മുന്തിരിയും ക്യാരറ്റും സവാളയും എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച് അത് കഴിഞ്ഞ് അപ്പോഴത്തേനും എല്ലാവരും ളുഹർ നിസ്കരിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അരിയെല്ലാം നല്ല കോരിയെടുത്ത് അത് ദം ബിരിയാണിക്ക് വേണ്ടി ദമ്മിടുകയാണ്. നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിയും മുന്തിരിയെല്ലാം ഇട്ട് അതിൻ്റെ പുറത്ത് ബീഫ്, നല്ലൊരു അടിപൊളി ദം ബിരിയാണി. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് മസാലയാക്കി പുരട്ടി മാറ്റി വെച്ചിട്ട് അതും പൊരിച്ച് അപ്പോഴത്തേനും എല്ലാവരും പള്ളിയിൽ പോയി ളുഹറൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ ളുഹറൊക്കെ നിസ്കരിച്ചിട്ട് വന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ഒരു ചെറിയ പായസം വെക്കാം. എല്ലാ വർഷവും പായസം വെക്കും. അപ്പോൾ ഈ വർഷം ഒരു പായസം വെക്കാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോൾ പായസവും വെന്ത് പായസം റെഡിയായി. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.